മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലോട്ട് സ്വാഗതം. ഞാൻ ഈ മെഡിറ്റേഷൻ സെഷനിലൂടെ നിങ്ങളെ കൂടുതൽ മൈൻഡ്ഫുൾ ആകാൻ, ഈ പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് നിങ്ങളുടെ അവെയർനെസ്സിനെ കൊണ്ടുവരാൻ ഗൈഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെ കുറച്ച് നേരത്തേക്ക് ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത, അധികം നോയ്സോ ഡിസ്ട്രാക്ഷൻസോ ഇല്ലാത്ത, നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു സ്ഥലം നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യാനായി കണ്ടെത്തുക. നട്ടെല്ല് നിവർത്തി മുഖം സ്ട്രൈറ്റായി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിളായ രീതിയിൽ ഇരിക്കുക. ബെഡിലോ നിലത്തോ അല്ലെങ്കിൽ എവിടെയാണേലും കംഫർട്ടബിളായി ഇരിക്കുക. പതിയെ വളരെ സോഫ്റ്റായി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഇനി ദീർഘശ്വാസം എടുത്തുവിടാനായി ആരംഭിക്കുക. ദീർഘശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം അതിനെ പുറത്തോട്ട് വിടുക. Breathe in, breathe out. ശ്വാസം ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡെങ്കിലും അതിനെ ഹോൾഡ് ചെയ്യുക. പയ്യെ മുഴുവൻ ശ്വാസത്തെയും പുറത്തോട്ട് വിടുക. ശ്വാസം എടുക്കുമ്പോൾ അത് മൂക്കിലൂടെ എടുക്കാനും പുറത്തോട്ട് വിടുമ്പോൾ അത് വായയിലൂടെ വിടാനും ശ്രദ്ധിക്കുക. ഈ ശ്വസന പ്രക്രിയയിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അതിനെ നിരീക്ഷിക്കുക. അതിലോട്ട് നിങ്ങളുടെ അവെയർനെസ്സിനെ കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ അത് മൂക്കിലൂടെ കടന്നു പോകുന്നതിനെ ഫീൽ ചെയ്യുക. അതിനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു നിശ്ചലതയെ, ശ്വാസം എടുക്കാതെയും വിടാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയെ ഒബ്സർവ് ചെയ്യുക. ശ്വാസം പുറത്തോട്ട് വായയിലൂടെ പോകുന്നതിനെ ഫീൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അവെയർനെസ് ബ്രീത്തിങ്ങിലാണ്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ് നമ്മുടെ ശ്വസനം. നമ്മുടെ അവെയർനെസ് ബ്രീത്തിങ്ങിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നമ്മളുടെ അവെയർനെസ്സിനെ പ്രസൻറ്റിലോട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആവുകയാണ്. നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ പല ചിന്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊരു പ്രശ്നമല്ല. നമ്മുടെ മൈൻഡിൻ്റെ നേച്ചർ അങ്ങനെയാണ്. സിംപ്ലി ആ ചിന്തകൾ ഉണ്ടാകുന്നതിനെ ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ചിന്തകൾ നമ്മളല്ല. നമ്മുടെ ചിന്തകൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒന്നാണ്. ആ ചിന്തകളെ ഏറ്റെടുത്ത് അതിൻ്റെ പിന്നാലെ പോവേണ്ടതില്ല. നിങ്ങൾ അതിൽ നിന്ന് ഒരകലം പാലിച്ചു നിന്ന് അതിനെ ജഡ്ജ് ചെയ്യാതെ ആകാംക്ഷയോടെ, വിനയത്തോടെ, ദയയോടെ ആ ചിന്തകൾ വരുന്നതിനെ ഒബ്സർവ് ചെയ്യുക. ആകാശത്തോട്ട് നോക്കുമ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന, പാറിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളായി ആ ചിന്തകളെ കാണുക. അത് വന്നു പോയിക്കോട്ടെ. ആ മേഘത്തിൽ കയറി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സിംപ്ലി അതിനെ ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ആ ചിന്തകളിൽ കയറി പോയേക്കാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പല സ്ഥലങ്ങളിലോട്ടും എത്തിച്ചേക്കാം. ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ പോയേക്കാം. അത് കുഴപ്പമില്ല. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ വീണ്ടും നിങ്ങളുടെ അവെയർനെസ്സിനെ ബ്രീത്തിങ്ങിലോട്ട് തന്നെ കൊണ്ടുവരിക. കുറച്ച് നേരം
നിങ്ങൾ ഈ ബ്രീതിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി മെല്ലെ നിങ്ങളുടെ അവയർനെസ്സിനെ നിങ്ങളുടെ ശരീരത്തിലോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരം മെല്ലെ മെല്ലെ റിലാക്സ് ആവുന്നതിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്? ചിലർക്ക് എവിടെയെങ്കിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടാവും. ചിലർക്ക് ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ശരീരം വളരെയധികം റിലാക്സ് ആവുന്നത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ശരീരത്തിലുള്ള ഈ മാറ്റങ്ങളെ സിംപ്ലി ഒബ്സർവ് ചെയ്യുക. അതിൽ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. സിംപ്ലി അതിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിങ്ങളുടെ ശരീരം പ്രസ്സാവുന്നതിനെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയ്റ്റിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വാസന വരുന്നുണ്ടോ? അതിനെ സിംപ്ലി ഒബ്സർവ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ടെമ്പറേച്ചർ, അതിന് നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? തണുപ്പാണോ? ചൂടാണോ? അതോ നോർമലാണോ? സിംപ്ലി അതിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഇമോഷണലി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അവെയർ ആവുക. ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടാവും, വളരെ കാമായി ശാന്തമായി ഫീൽ ചെയ്യുന്നുണ്ടാവും, ഓർ നിങ്ങൾക്ക് ബോറടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്താണേലും ആ ഫീലിങ്ങിനെ ഒബ്സർവ് ചെയ്യുക. നമ്മൾ എത്രത്തോളം അമേസിംഗ് ആയിട്ടുള്ള ജീവിയാണ്. നമ്മളിൽ ചിന്തകൾ ഉണ്ടാവുന്നു, ഫീലിങ്സ് ഉണ്ടാവുന്നു, ഇമോഷൻസ് ഉണ്ടാവുന്നു. നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെയൊക്കെ സിംപ്ലി ഒരു കുട്ടിയെപ്പോലെ ആകാംക്ഷയോടെ നോക്കിക്കാണുക. നിങ്ങളുടെ അവയർനെസ് ഇപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. നിങ്ങളിപ്പോൾ കൂടുതൽ മൈൻഡ്ഫുള്ളാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ മെല്ലെ വളരെ സോഫ്റ്റായി നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം.
ഈ ഗൈഡഡ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് സെഷനായിരുന്നു. മെഡിറ്റേഷനിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡെയിലി ലൈഫിലും കൂടുതൽ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ എന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള അവയർനെസ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക.